അതൊക്കെ വെറുതെ പറയണതാണ്. നിനക്ക് നമ്മുടെ കാര്യത്തിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഉണ്ടെങ്കിൽ നീ എന്നാ ഒരു വഴി കണ്ടുപിടിച്ചാനെ. മുത്തേ നീ ചൂടാവല്ലേ. നിന്നെ ഇറക്കിക്കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. കയ്യിൽ പൈസ വേണ്ടേ? നിന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എടുത്തുണ്ടോ? പണം പണം ഇത് മാത്രമേ ഉള്ളൂ നിന്റെ മനസ്സിൽ. ഇത് കാരണം എത്ര നാൾ പറയും നീ? നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിലോ എൻ്റെ കഴിവുകളിൽ വിശ്വാസം ഇല്ലെങ്കിലോ നീ പൊക്കോ. ഞാൻ നിന്നെ തടയൂല. നിനക്ക് എന്നെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? പിന്നെ വേറെ ഓപ്ഷൻ ഉണ്ടോ? കാശല്ലേ നിന്റെ പ്രശ്നം? അതെ. അത് ഞാൻ എങ്ങനെയെങ്കിലും ശരിയാക്കി തരാം. എങ്ങനെ? നിന്റെ ഉരുപ്പടി എൻ്റെ കുറച്ച് ക്യാഷും കൂടി അവിടെ വെച്ചിട്ടുണ്ട്. നീ ഇത് വെച്ചേ. ചേട്ടൻ നീ വെച്ചേ. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എല്ലാം ഉണ്ടോ? കുറച്ച് കാശ് വേണമുണ്ടോ? അത് മതിയാവില്ല. നോക്കിട്ട് പറ്റിയും വിളിക്കാം. ശരിയെന്നോ? ഞാൻ വിളിക്കാം. കയറി പോ. എന്താ ചേച്ചി? പോണ്ടായിരുന്നോ? ഇന്ന് പോണ്ടായിരുന്നു. വേറെ വെളിയിലൊന്നും പോയില്ല? ഇല്ല, ഇന്ന് എവിടെ പോയില്ല. ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചായിരുന്നു. പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. പറയേച്ചി. മക്കളൊന്ന് സൂക്ഷിക്കണം. അതായത് മക്കളില്ലാത്ത സമയത്ത് പലരും ഇവിടെ വന്നു പോകുന്നുണ്ട്. അത് മക്കളൊന്ന് സൂക്ഷിക്കണം. അതായത് എനിക്ക് കണ്ടിട്ട് പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാനത് വന്ന് പറഞ്ഞത്. സൂക്ഷിക്കണം. എന്താണ് നേരത്തെ? സമയമൊന്നും ആയില്ലല്ലോ. വിളിച്ചതുമില്ല. വിളിച്ചു പറയാൻ പറ്റിയൊരു മൂഡിലല്ലായിരുന്നു. എന്തു പറ്റി നിനക്കൊരു ടെൻഷൻ പോലെ? അങ്ങനെയൊന്നുമില്ലല്ലോ. ഒന്നുമില്ലേട്ടാ. എന്തോ ഉണ്ടല്ലോ. ഞാൻ നമ്മളോട് പറഞ്ഞല്ലേ എനിക്ക് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം വേണം. സോറി. പെണ്ണാണം വന്ന സ്ഥിതിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാം ഓക്കെ എന്ന് വിശ്വസിച്ച് പോകാനാണ് എനിക്കിഷ്ടം. എന്തു പറ്റി? ഒന്നുമില്ല, ഞാൻ വേറെ കുറച്ച് ആലോചിച്ചതാ. അച്ഛനെ വയ്യാത്തോണ്ടാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. പിന്നെ അച്ഛനമ്മയും ഈ കല്യാണ കാര്യത്തിൽ ഭയങ്കര സമ്മതത്തിലിരിക്കുക. അതുകൊണ്ടാ ഞാൻ എതിരൊന്നും പറയാത്ത. സുനിത, ഒരു കാര്യം ചോദിക്കട്ടെ? ഇന്നൊരു സംഭവം ഉണ്ടായി. നിങ്ങൾ കാര്യം പറ. നമ്മളെ അപ്പുറത്തുള്ള ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി പറയാ ഞാനില്ലാത്തപ്പോൾ ഇവിടെ ആരോ വന്നിട്ട് പോകുന്നുണ്ടെന്ന്. എന്ത് തെണ്ടി തരാ അവര് പറയുന്നത്? നാളെ രാവിലെ വിട്ടെ, അവർക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. നീ ഒന്നും പറയാൻ പോണ്ട, അവർക്കുള്ളത് ഞാൻ നാളെ കൊടുത്തോളാം. നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലല്ലേ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട്? അവർ പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്ക് സംശയമൊന്നുമില്ല. ആരുമില്ലാത്തപ്പോൾ അത് വീട്ടിൽ കയറി നോക്കണം, അപ്പറിയാം അവരുടെ ഓരോ കഥകൾ. അല്ലെങ്കിൽ തന്നെ വീട്ടിലൊരു ഗ്യാസ് പറ്റിയ ഒരാൾ വന്നാൽ തന്നെ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കുന്നറിയോ? അങ്ങനത്തെ ടീമുകളാ. ചോദിക്കണ്ടായിരുന്നു. രജിഷേ, നിന്നെ 2-3 ദിവസം കൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എനിക്കെന്ത് പ്രശ്നം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിന്നെ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതൊന്നുമല്ല. നിന്റെ മുഖം മാറുമ്പോൾ എനിക്കറിയാം. അത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറ. എൻ്റെ ജീവിതം വല്ലാത്തൊരവസ്ഥയിലാണ്ടാ. നീ എന്തെങ്കിലും തെളിച്ച് പറ. അവക്കെന്തോ എന്നോടൊരു അകൽച്ച പോലെ. ഞാൻ എത്ര അടുക്കാൻ ശ്രമിച്ചിട്ടും അവൾ കൈതട്ടി മാറ്റി പോകുമ്പോൾ ഒരു ഫീൽ. അതൊക്കെ നിന്റെ തോന്നലായിരുന്നല്ലോ. ചിലപ്പോൾ തോന്നലായിരിക്കും, പക്ഷേ എൻ്റെ ഫാമിലി ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, അതെനിക്കറിയാം.
നീ ടെൻഷൻ അടിക്കണ്ട. ഞാൻ അവളോട് സംസാരിക്കണോ? വേണ്ട വേണ്ട, ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഞാനും കാരണക്കാരനാണ്. ഈ പ്രശ്നങ്ങൾ ഞാൻ തന്നെ പരിഹാരം കണ്ടോളാം. ശരി. ഹലോ ഹലോ, പറയടി. മനു, ഞാൻ എത്ര നാൾ വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാത്തെ? എടി ഞാൻ തിരക്കായിരുന്നു. ഫ്രീ ആണെങ്കിൽ ഞാൻ നീ വിളിച്ച് എടുക്കൂലേ? അന്ന് എനിക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു, ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി. എടി ഇപ്പോൾ വിസയുടെ പ്രോസസ്സ് നടക്കുകയാണ്. പിന്നെ ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടി ഇരുന്നതാണ്. ഒരു പ്രശ്നമുണ്ട് എടി. ഇപ്പം നമ്മുടെ കയ്യിലുള്ള പൈസ തികയുമെന്ന് തോന്നണില്ല. ഒരു 50,000 കൂടെ ഉണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം ഓക്കെ ആവും. നീ വിചാരിച്ചത് നടക്കുകയും ചെയ്യും. 50,000? എങ്ങനെയെങ്കിലും ഒരു 50,000 കൂടെ ഒപ്പിക്കാൻ പറ്റുമോ? ഇപ്പോൾ ശരി, ഞാൻ ഇങ്ങനെ ഇരുന്ന് നോക്കി നോക്കട്ടെ. പിന്നെ ചേട്ടനപ്പം നല്ല ഡൗട്ടുണ്ട്. നീ അതൊന്നും നോക്കണ്ട, നീ എങ്ങനെയും ഒപ്പിക്കും. ശരിയെന്ന്. ഹലോ ഹലോ, നീയോ അങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് നീ ഇരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. നീ ഇവിടെ ഇരിക്കെ. നിന്റെ ഈ അവസ്ഥ കാണാൻ മടിച്ചാൽ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത് ഇതൊന്നും വേണ്ടാന്ന്. അപ്പോൾ നിനക്ക് തലയിൽ കയറത്തില്ല. ഇപ്പം ശരിയായല്ലോ എല്ലാം. നീ എന്തിനെ കുറിച്ചാ പറയുന്നത്? എനിക്കൊരു കുഴപ്പമില്ല. ശരിക്കും നിനക്കൊന്നും മനസ്സിലാകുന്നില്ലേ? എന്ത്? മനുവിനെന്തെങ്കിലും? ഇത് കണ്ടിട്ട് നിനക്കൊന്നും തോന്നുന്നില്ലേ? നിന്റെ മനുവിൻ്റെ എൻഗേജ്മെൻറ്റ് കാർഡാ. ഇത്ര നാൾ അവനെ ചതിക്കായിരുന്നു. എടി, ഇതൊക്കെ കൊണ്ടാ ഞാൻ ആദ്യമേ അവനെക്കുറിച്ച് നിന്നോട് പറഞ്ഞത്. ഇപ്പോഴെങ്കിലും നീ ഫോൺ എടുത്തല്ലോ. നിന്റെ എൻഗേജ്മെന്റ് ആയല്ലേ? പിന്നെന്തിനാ നീ എന്റെ കൂടെ നടന്ന് ചതിച്ചത്? എൻ്റെ പണവും സ്വത്തും എൻ്റെ സമയം എല്ലാം പോട്ടെ, എൻ്റെ ജീവിതം നീ നശിപ്പിച്ചില്ലേ? നിനക്കിത് എങ്ങനെ തോന്നി എന്നോട് ഇങ്ങനെ ചെയ്യാൻ? ജീവിതത്തിൽ സ്നേഹിച്ച ആ പാവം പിടിച്ച ഭർത്താവിനെ ചതിച്ചില്ലല്ലോ നീ എന്റെ കൂടെ വന്നു. പിന്നെ നാളെ ഞാൻ എന്നെ കെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നീ എന്നെ തേക്കില്ലെന്നാണ് എനിക്ക് ഉറപ്പ്. പിന്നെ ഇത് നീ എന്തായാലും പുറത്ത് പറഞ്ഞു നടക്കുന്നത് എനിക്ക് ഉറപ്പാണ്. കാരണം നിനക്ക് തന്നെയാണ് നഷ്ടം. നിന്റെ അച്ഛന്റെ അവസ്ഥയൊക്കെ നിനക്കറിയാം. അതുകൊണ്ട് ഇനി എന്നെ വിളിക്കണ്ട. ശരിയാണ്. ഹലോ, ഹലോ. ആ ഡേ, താൻ ടെൻഷനൊന്നും ആവണ്ട. തൻ്റെ അച്ഛൻ ഹോസ്പിറ്റലാണ്, അറ്റാക്ക് വന്നു. സർജറിക്ക് 1,00,000 രൂപ വേണ്ടി വരും. ഈ ഒരു കാര്യം ചെയ്യും, ആ അലമാരിലിരിക്കുന്ന ഗോൾഡ് എടുത്ത് റെഡി ആയിട്ടില്ലേ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. customer you're trying to reach is not available. Please call back.